കൊല്ലം റോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പട്ടത്തുവിള വിനോദ് സാറ്, ഇന്ന് ഏറ്റവും ധന്യനായ നമ്മളെ ഈ സാന്നിധ്യമായി നമുക്കിവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥിയും ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനുമായിട്ടുള്ള കൊല്ലത്തിൻ്റെ മേയർ ബഹുമാന്യനായ AK ഹഫീസ് സാറ്, ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ ഉദയ സുകുമാരൻ ടീച്ചർ, പ്രിയപ്പെട്ട ആസാദ്, ജാജി തുടങ്ങി ഫൗളോഷോയുടെ പ്രവർത്തകർ, സിദ്ധാർത്ഥയിലെ രക്ഷിതാക്കൾ, കുട്ടികൾ, ഇതൊരു അവിചാരിതമായി സംഘടിപ്പിക്കപ്പെട്ട ചടങ്ങാണ്. വളരെ പെട്ടെന്ന് ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാം. ഇന്ന് കുട്ടികളുടെ കലാപരിപാടികളോടൊപ്പം ഇങ്ങനെ രണ്ട് വിശിഷ്ടാതിഥികളെ കൂടി കൊല്ലം റോസ് സൊസൈറ്റിയുടെ വേദിയിൽ കിട്ടിയത് നമ്മളെ ധന്യരാക്കുന്നു. കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഫ്ലവർ ഷോ ഈ വർഷം കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ റോസ് സൊസൈറ്റിയുടെ പേരിൽ എനിക്കടക്കം ഇതിൻ്റെ പ്രവർത്തകർക്ക് അഭിമാനമുണ്ട്. അത് മുഴുവൻ നടന്ന് കണ്ടിട്ടാണ് മേയറും ഡെപ്യൂട്ടി മേയറും ഈ വേദിയിലേക്ക് എത്തിയത്. മുൻപും കൗൺസിലറായിട്ടുള്ള മാഡം ഇത്തവണ ഡെപ്യൂട്ടി മേയറാണ്. ഇവർ രണ്ടുപേരുടെയും ദീർഘവീക്ഷണത്തിലും അതുപോലെ അനുഭവ സമ്പത്തിലും കൊല്ലം നഗരം കൂടുതൽ ശോഭനമാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് വിരമിക്കുന്നതായിരിക്കും. ഈ ഫ്ലവർ ഷോ ജാജീസ് ഇന്നോവേഷൻ കൊല്ലം റോസ് സൊസൈറ്റിയുമായിട്ട് സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഫ്ലവർ ഷോയുടെ 9ാം ദിനമാണിന്ന് ഇവിടെ നടക്കുന്നത്. വ്യത്യസ്തമായ കലാപരിപാടികളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഈ വർഷം ഫ്ലവർ ഷോ നടന്നു വരുന്നത്. നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ കരുമാലിൽ ഉദയ സുകുമാരൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ നേതാക്കളെ, സഹോദരി സഹോദരിമാരെ, ഈ റോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുഷ്പഫല സസ്യ പ്രദർശനം എൻ്റെ മനസ്സിൽ ആദ്യം ഓടിപ്പോയത് ഒരു 10-40-50 വർഷക്കാലങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഇങ്ങനെ കൃത്യമായി ഓണത്തോടനുബന്ധിച്ച് പുഷ്പഫല സസ്യ പ്രദർശനം ആ പഴയ കാലത്ത് നടക്കുമായിരുന്നു. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലായിരുന്നു ഈ പുഷ്പഫല സസ്യ പ്രദർശനം കൃത്യമായി നടന്നുകൊണ്ടിരുന്നത്. അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പിന്നെ എല്ലാ ജില്ലകളിലും, പ്രത്യേകിച്ച് കൊല്ലത്ത് ഈ ആസാദ് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇതിനോടൊപ്പം നടക്കുന്നതിനും അതുപോലെ തന്നെയാണ് ശ്രീ പട്ടത്തുവിള വിനോദിൻ്റെ വീട്ടിലും വിനോദിന് ഇതൊരു വലിയ വിനോദമായിരുന്നു. യഥാർത്ഥത്തിൽ വിനോദിൻ്റെ വീടും പരിസരവും ശരിക്കും ഒരു ഗാർഡൻ, ഒരു നഴ്സറി പോലെ നടത്തിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനും കുടുംബത്തിനും ഒക്കെ ഒരു ഫ്രീ ആയിട്ട് മനസ്സൊന്ന് സ്വസ്ഥമായി എടുക്കാൻ ഒക്കെ വേണ്ടിയിട്ടായിരിക്കണമല്ലോ. സ്വാഭാവികമായിട്ട് ഇതിനകത്തൊന്നും സാമ്പത്തിക ലാഭം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. നഴ്സറി ഒരു വ്യാപാരാടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല. പക്ഷെ വിനോദ വർഷങ്ങളായിട്ട് ഒരു തപസ്യ പോലെ തന്നെയാണ് ഈ റോസ് വളർത്തിക്കൊണ്ട്. റോസ് മാത്രമല്ല, അദ്ദേഹത്തിന് ധാരാളം 100 കണക്കിന് ബൊഗെയിൻവില്ലയുടെ കളക്ഷനുകളും വിവിധ തരത്തിലുള്ള പല തരത്തിലുള്ള ചെടികൾ, ആ ചെടികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥാനമുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു കൂട്ടായ്മയാണ്. ഇവിടെ ഇരിക്കുന്ന ജാജി ആയാലും ഷീബയായാലും ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഇതൊരു വലിയ സൊസൈറ്റി എന്ന് പറയുന്നതിന് തന്നെ അതാണല്ലോ എൻ്റെ അർത്ഥം. സൊസൈറ്റി ഉണ്ടാകുന്നത് കൂടുതൽ ആളുകൾ ചേർന്ന് ഒരേ മാനസികാവസ്ഥയിൽ ഒരേ പോലെ ചിന്തിക്കുന്നവർ ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിന് ഒരു സൊസൈറ്റി ആകുന്നത്. അപ്പോൾ ആ സൊസൈറ്റി എന്ന് പറയുമ്പോൾ റോസ് സൊസൈറ്റി എന്ന് ആരംഭിച്ചു. ഇതിനൊരു കാലഘട്ടത്തിൽ കളക്ടർ തന്നെയായിരുന്നു ഇതിനൊക്കെ അന്ന് ഒരു നേതൃത്വം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ പഴയ വിശ്വനാഥൻ, അന്തരിച്ച വിശ്വനാഥൻ, അദ്ദേഹവും ഇതിൻ്റെ പിന്നെ ഒരുപാട് വർഷക്കാലം ഡോക്ടർ രാജാകൃഷ്ണൻ തുടങ്ങിയ ആളുകൾ, അങ്ങനെ മാറി മാറി ആ ബാറ്റൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വിനോദിൻ്റെ കയ്യിലും ആസാദിൻ്റെ കയ്യിലും ഒക്കെയാണ്. വിനോദും ആ കാലഘട്ടത്തിലും ആസാദും ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. സ്ഥിരമായി കളക്ടർക്ക് തന്നെ ഇതിനൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിത് കുറച്ച് സമയം തന്നെ ഈ റോസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ പ്രദർശനശാലകളിലൊക്കെ കടന്നു വന്നു. അവിടെയൊക്കെ ഞാൻ കണ്ടൊരു വലിയ ധാരാളം പൂക്കളുണ്ടെന്നുള്ളതല്ല, ഈ പൂക്കൾ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ആ പൂക്കൾ, ഓരോ തരത്തിലുള്ള പൂക്കളെ എടുത്തിട്ട് ആ പൂക്കൾ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആക്കി ഭംഗിയാക്കി എടുക്കാം. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം
അത് കാണാൻ വരുന്ന കാഴ്ചക്കാർക്ക് അതിൻ്റെ ഒരു ദൃശ്യഭംഗിയുണ്ട്. ആ ദൃശ്യഭംഗിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ആ ദൃശ്യഭംഗി വരണമെങ്കിൽ അത് സെറ്റ് ചെയ്തതിനനുസരിച്ചുള്ള അവൻ്റെ ഒരു കലാകാരൻ, ആ തോട്ടക്കാരൻ എന്നുള്ള ആ ഗാർഡനറുടെ അല്ല, ആ ഗാർഡനറിനേക്കാളും അതിനൊരു കലാകാരൻ അതിൻ്റെ പിന്നിലുണ്ടാകും, ഒരു ആർക്കിടെക്ട് പോലെ. അവരുടെ ബുദ്ധിയിലുണ്ടാകുന്നതാണ് ഇത് എങ്ങനെയൊക്കെ ആയിരിക്കണം സെറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം 2 വാക്ക് പറയുവാനായിട്ട് ഡെപ്യൂട്ടി മേയർ ശ്രമിച്ചുകൊള്ളുന്നു. വാക്ക് പറയാൻ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം ബീച്ചിൽ ഞാനൊന്ന് പറഞ്ഞുപോയി, ഇവിടുത്തെ കാറ്റിന് സുഗന്ധമില്ലെന്നും വസന്തമെങ്ങോ പോയി മറഞ്ഞെന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ സുഗന്ധമുണ്ടെന്നും വസന്തം ഇവിടെ തന്നെ ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി ഇന്നിവിടെ വന്നപ്പോൾ. അപ്പം തീർച്ചയായിട്ടും ഈ വസന്തകാലത്തിനെ നമ്മുടെ ബീച്ചിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമ്മുടെ മേയർ ശ്രമിക്കും എന്ന് ഞാൻ കരുതുകയാണ്. വിനോദ്ലാൽ പള്ളിമൺ, ശ്രീ അമൽ മുട്ടറ, ശ്രീ ഉണ്ണി ചാലക്കര, രഞ്ജിത്ത്, സമീര വാഹിദ്, അഡ്വക്കേറ്റ് അമ്മു, കലാ സംവിധാനം ആർട്ടിസ്റ്റ് ജയഘോഷ്, കോർഡിനേറ്റർ ശ്രീ സനൽ പള്ളിമൺ, അഡ്വക്കേറ്റ് ബിന്ദു, അഡ്വക്കേറ്റ് അമ്മു, ശ്രീ സനൽ പള്ളിമൺ, അതിന് കിട്ടിയ മുഴുവൻ പേര് ഫ്രണ്ടിൽ വന്ന് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം. ആ ഷാൾ കഴുത്തിൽ തന്നെ ഇടുക. എല്ലാവരുമുള്ള ഈ വേദിയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് ആരുടെയും സമയം കളയുന്നില്ല. എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇത് വിജയകരമാക്കി തരികയും ചെയ്ത ഏവർക്കും എൻ്റെ പേരിലും റോസസ് സിസ്റ്ററുടെ പേരിലും പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂളിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.